വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ സ്കിൻ ആൻഡ് ഹെയർ ഡേയുടെ ചലഞ്ചില് മൂന്നാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മള് തൊട്ട് മുന്നേ അതായത് ഡേ 2 നമ്മൾ പറഞ്ഞിരുന്നു ഞാനൊരു ഡീറ്റോക്സിഫൈങ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ ഡേ 3 നമ്മൾ വന്നേന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചു തുടങ്ങിയത്. ഒരു 1.5 മാസത്തോളായി, 2 മാസം ആവാറായി ഇത് കുടിച്ചത്. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ ഞാൻ വെച്ചു ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഓർത്തിട്ടാണ് അപ്പൊ നമ്മളിത് വീഡിയോ ആക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് സ്കിന്നിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത്, ഡൈജഷൻ, അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അതിനൊക്കെ നല്ല പക്കായിട്ടുള്ള റെമഡിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൺ ടൈം ഒരു വർഷം കുടിച്ച് നോക്കാം. കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് കുടിക്കുന്നത് വെച്ചാൽ മോർണിംഗ് നമ്മൾ കോഫി ടീ കട്ട് ചെയ്തിട്ട് ആ സാധനം ഞാൻ ഡ്രിങ്ക് കുടിക്കുന്നത്. പിന്നെ ഈവനിങ് അത്ര കമ്പൽസറി ഞാൻ കുടിക്കണില്ല. പക്ഷെ നമ്മളിപ്പോൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ഞാൻ കിടക്കാറ്. അപ്പോൾ എനിക്ക് പേഴ്സൺ നല്ലപോലെ എഫക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്റെ പിമ്പിൾസിന്റെ ഒരു പൊങ്ങലും കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു ഫീൽ വന്നു. ഞാൻ പറഞ്ഞിരുന്ന വീഡിയോയിൽ പുറത്ത് നമ്മൾ കയറുന്ന അകത്തും യൂസ് ചെയ്തപ്പോൾ എനിക്ക് പിമ്പിൾസിന് അല്ലെങ്കിൽ വലിയ വലിയ പിമ്പിൾസാണ് വരുന്നത്. അപ്പൊ അത് ഒരു നല്ലപോലെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് എങ്ങനെയാണ് ഡ്രിങ്കിങ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂണേക്കാളും താഴെ മതി ബാർലി പൊടിച്ചാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിലോട്ട് ഒരു പിഞ്ച് ടെർമറിക്കിൻ്റെ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളക്കിനേക്കാളും മുന്നേ 2 പൊടി ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണിന് താഴെ ജിഞ്ചറിൻ്റെ ജ്യൂസും ഇഞ്ചിയുടെ നീരും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരുമാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചൂടേപ്പാടി തന്നെ നമ്മുടെ ആ ഡ്രിങ്കും കൂടി ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അളവ് കൂടരുത്, കാരണം നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ട്. അളവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ വയറിനത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അളവ് ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ ഒരു ഗ്ലാസ്സിന് അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇതിൽ ഒരു സംഭവം നമ്മുടെ നമുക്ക് ശരീരത്തിന് ദോഷമായിട്ടുള്ളതില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.